അമ്മാവ ആട്ടുംകാൽ സൂപ്പ് എങ്ങനെയുണ്ട്? ഡിന്നർ കഴിഞ്ഞ് പൂജയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയി കുറച്ച് ഐസ്ക്രീം തിന്നാണ്. ഐസ്ക്രീം സ്കാൻഡിയുടെ ഐസ്ക്രീംസ് ആണ്. നമ്മൾ ഐസ് ക്യാൻഡി എന്നൊക്കെ പറയില്ല, അതുപോലെ. തമ്പു എന്തെടുക്കുക? ഉറങ്ങുവാണ്. തമ്പു ഉറങ്ങുവാണ് ഗൈസ്. അമ്മയോടെ ഗൈസ് തക്കാരത്തിലെ എന്താണ് എന്ത് പുഡിങ്? ടെൻഡർ കോക്കനട്ട് പുഡിങ് കഴിച്ച് ഫ്ലോപ്പ് ആയി പോയി. അതിന്റെ വിഷമം തീർക്കാൻ ഹായ് ഗായ്സ്, ഇത് നമ്മുടെ ആനിവേഴ്സറിയുടെ തലേ ദിവസമാണ്, സെപ്റ്റംബർ 1. ഹായ് ഗായ്സ്. അതല്ല, ഇന്ന് ഈ ഡ്രസ്സായിട്ടത്. കല്യാണത്തിന് മുമ്പ് തയ്ച്ചതാണ്, മറ്റിപ്പോഴേക്ക് ഇടാൻ പറ്റുന്നത്. ഒരവസരം കിട്ടിയില്ല. അപ്പൊ നമ്മള് തക്കാരത്ത് പോയിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലാരും കൂടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിലൊരു ബഹളം ഉള്ളത് പൂജ ഉള്ളതുകൊണ്ടാ. ഇവൻ ഞാൻ സിറ്റിയും ഒന്നും ഇല്ലാത്തപ്പോഴേക്കും പൂജ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ബഹളം അങ്ങനെ. അതുകൊണ്ട് ഇവൻ ചെയ്തു ഒരു നല്ല കാര്യം, പൂജനെ കെട്ടിക്കൊണ്ട് വന്നുകൊണ്ട് ആക്റ്റീവ് ഒക്കെ ആയിട്ടുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ വളരട്ടെ. എന്താണ് ഇവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ചന്ദനെ കുറിച്ചും നമ്മുടെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. 7-8 പ്രാവശ്യം കല്യാണം കണ്ടിട്ടുള്ളൂ. അപ്പൊ ഏതായാലും അവര് എൻ്റെ അച്ഛൻ്റെ, അതായത് അവരുടെ അപ്പൂപ്പൻ്റെ ഒരു സ്പിരിറ്റിൽ അവർ ജീവിക്കുന്നു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. കാരണം രണ്ടും കൂടെ ചേർന്ന് വിയറ്റ്നാമൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ യാത്ര ചെയ്ത് ജീവിതം ആസ്വദിക്കുക എന്നുള്ളൊരു നല്ല സന്ദേശം അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഒരു നല്ല ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ പല നാടുകളിൽ കാണുന്നു, അവരങ്ങനെ ഒരു എന്താ പറഞ്ഞ ലൈഫ് ഇസ് നോട്ട് ജസ്റ്റ് ടു സ്പെൻഡ് ഇൻസൈഡ് എ റൂം എന്നുള്ളൊരു നല്ല കോൺസെപ്റ്റ് അവരിലുള്ളത് ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ അഗെയിൻ ഐ എം വിഷിംഗ് ദം ഓൾ ദ ബെസ്റ്റ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. അതിനെല്ലാ പ്രാർത്ഥനകളും ഞാൻ നേർന്നുകൊണ്ട് ശ്രീജയുടെ എൻ്റെയും അപ്പുവിൻ്റെയും പേര് അവർക്ക് എല്ലാ വിവാഹ മംഗളാശംസകളും നേരുന്നു. കഴിഞ്ഞ ഒരു വർഷം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കടന്നു പോയത്. എന്നാൽ അതിനകത്ത് കുറച്ച് കുറച്ച് അവസരങ്ങൾ നമുക്കും ആൻറ്റിക്കൊന്ന് മുന്നോട്ട് പോയി. നമ്മുടെ മകളുടെ വിവാഹം ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. അതിലേറെ എനിക്കൊരു സന്തോഷമാണ്. അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ അതിയായ സൗഭാഗ്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഈ ഒരു വർഷക്കാലം കഴിഞ്ഞതുപോലെ അടിച്ചു പൊളിച്ച് യാത്രകളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് അവരുടെ തുടർ ജീവിതവും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ
ആശംസിക്കുന്നു. ഈ ഒരു വർഷം എന്താണ് കുറേ സന്തോഷങ്ങളും അതിലേറെ ദുഃഖവും ഉണ്ടായത് വർഷമാണ്. അപ്പോൾ അത് എന്നാലും നമ്മൾ ഇപ്പം അങ്ങനെ ദുഃഖിച്ചിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കലാണ് ഇനി ഒരു വർഷത്തെ. എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ കൊച്ചിനൊക്കെ അധികം അതിനെക്കുറിച്ച് പറയാം. പിന്നെ കുറച്ചുകൂടിയൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഉപദേശിക്കാനും മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പക്വത വരാനുണ്ട്. ഒരു എല്ലാരോടും പറയാൻ പറ്റുന്ന വഴക്ക് എന്റെ കുപ്പിന്ന് ഞങ്ങൾക്ക് 2 കുപ്പിയുണ്ട്. അതില് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് നിറച്ചു വെക്കും. പ്രഭുവിന്റെ കുപ്പിന്ന് കുടിക്കും, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എന്റെ കുപ്പി എടുക്കും. അതിനാണ് അവിടെ ഫുള്ള് വഴക്കുണ്ടാകുന്നത്. എന്നിട്ട് ഞാൻ പുതിയ റൂൾ ഉണ്ടാക്കി, എന്റെ കുപ്പിക്ക് വേണ്ടി പുതിയ റൂള്. അതിനകത്ത് എപ്പോൾ വെള്ളം കുടിച്ചാലും അതിനകത്ത് ബാലൻസ് കാണും. പ്രഭു അതിന് എടുത്താലും ബാലൻസ് ഉണ്ടാവും. അതാണ് പുതിയ റൂള്. അപ്പൊ അതാണ് എപ്പോഴും ഉണ്ടാകുന്നത് അവിടെ. ഹായ് ഗൈസ്, നമ്മളന്ന് അമ്പലത്തിൽ പോയി. ഐശ്വര്യമുള്ള പ്രഭു തമ്പു നോക്കുന്നുണ്ടോ ഗൈസ്? ഇപ്പം രാവിലെ തുടങ്ങിയതെന്നാണ് നോട്ടം. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആര്യാസിന്നോ ശരവണയെന്നോ ഒരു വടയും മസാല ദോശയൊക്കെ നിർബന്ധമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ വരുന്ന ഒരു പ്രത്യേകതരം ജീവിതമാണ് പ്രഭുവിൻ്റെത്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ലുക്ക് മാറ്റി. കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ രാവിലെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അന്നപൂർണ്ണയിൽ നിന്ന് മസാല ദോശ, പൂരി മസാല, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. ലീവ് എടുത്തതാണ്, ലീവ് ഉണ്ടായിട്ട് എടുത്തതല്ല. ഇന്നലെ സൺഡേ ഡ്യൂട്ടിക്ക് കയറിയിട്ട് അങ്ങനെ ദാനം കിട്ടിയ ലീവാണ്, അല്ലാതെ കിട്ടാനൊന്നും പോകുന്നില്ല. ചോദിച്ചു വാങ്ങി അങ്ങനെ, അല്ലാതെ പ്രിവിലേജ് ലീവ് പോലെ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അതിനെ നമ്മളിപ്പോൾ അവിടെ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എല്ലാം ഇനി സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, ബൈ. അതിലോടെ വരാൻ പറ്റിയ ശേഷം ഇതാണ് വെറൈറ്റി സാധനം. ഡെക്കാത്തലോണിൽ നിന്ന് തോർത്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് എറണാകുളത്തുള്ള ക്യാരറ്റ് ലൈൻ എന്ന് പറയുന്ന ഷോപ്പിലാണ്. ഇവിടെ ഇതുപോലെയുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസ് ഉണ്ട്. അവിടുത്തെ കളക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഓരോന്ന് വീതം എടുത്താൽ കൊള്ളാതുണ്ടായിരുന്നു, മാറി മാറി ഇടാനായിട്ട്. പക്ഷേ ഈ ബ്രേസ്ലെറ്റിൽ ഞങ്ങൾ ഒതുക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ആനിവേഴ്സറി ഇന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഒരു കേക്ക് നമുക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അതല്ലേ ഞാൻ ചോദിച്ചേ. ഇതാണ് എന്റെ ബ്രേസ്ലെറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ ഗായ്സ്. ഇത് ഞാൻ കുറച്ചു കാലം ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ. ഹലോ റോഹു. നമ്മൾ പോയത് MG റോഡിലുള്ള ക്യാരറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പോൾ അത് തനിഷ്കിൻ്റെ ആ ഡയമണ്ടിൻ്റെ ഒക്കെ കടയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള സംഭവമാണ്. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ഞാനൊക്കെ കണ്ട് കൊതിച്ച് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് 14 to 18 ക്യാരറ്റ് അതിലാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത്. മിനിമൽ ജ്വല്ലറി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ക്യാരറ്റ് ലൈൻ.
അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവിടെ കുറേ ലെയേർഡ് നെക്ലസ് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്നത്, അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ അത് കളർ പോകുമെന്ന് ടെൻഷൻ ഉണ്ടാവും. ഇവിടെ പക്ഷേ കളർ പോകുമെന്നില്ല. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കണ്ടു അങ്ങനത്തെ ഡയമണ്ട്. പിന്നെ കുട്ടിയൊക്കെ ആയിട്ടാണെങ്കിലും ഈ കാർട്ടൂൺ ക്യാരക്ടറിലൊക്കെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ചെറിയ ചെറിയ സ്റ്റഡ്സ്, മാല, ബ്രേസ്ലെറ്റ്, ഈവിലൈൻ്റെ ഒക്കെ നല്ല അടിപൊളി കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ, ഒന്ന് പോയി നോക്കാൻ പറ്റിയ നല്ലൊരു കടയാണ്. എന്തായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് എടുക്കാൻ തോന്നും. കൊള്ളാം. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മുടെ ആനിവേഴ്സറി എന്നാണെന്ന് അവർ ചോദിച്ചു. ആനിവേഴ്സറി അല്ല, വെഡിങ് ഡേറ്റ് ചോദിച്ചു അവർ. ഇന്നായിരുന്നു ആനിവേഴ്സറി. അപ്പോൾ കേക്ക് കൊണ്ടുവന്നു സർപ്രൈസ് ആയിട്ട്. അങ്ങനെ അവിടെ നിന്ന് കേക്ക് മുറിച്ചു. ഇപ്പോൾ ലുലു മോളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് തലപ്പാക്കട്ടി ബിരിയാണിയാണ് പറഞ്ഞത്. എനിക്ക് ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ അവർ പറ്റിച്ചു ഗൈസ്, ആകെ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ കടയിൽ, നമ്മൾ പനമ്പിള്ളിയിലുള്ള കടയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, നല്ല പീസുകളൊക്കെ ഇട്ടിട്ട് തരും. പ്രഭു ട്രെൻഡിങ് ആയിട്ടുള്ള അൽബേക്ക് ഇൻഫ്യൂസ്ഡ് ചിക്കനാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഇതെന്താ, എന്തോ ഒരു ഹേസൽനട്ട് ചോക്കോ ഡ്രിങ്കോ സംതിങ് ലൈക്ക് ദാറ്റ്. അതും കൊള്ളായിരുന്നു. അടിപൊളി അടിപൊളി. പ്രഫുന് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഷൂസ് മതി ഗിഫ്റ്റായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷൂസ് വാങ്ങിക്കാൻ പോയി. റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് ആദ്യമായിട്ട് ക്രൗൺ പ്ലാസയിൽ പോവുകയാണ്. പ്രഭു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അങ്ങനെ വി ഓർഡേർഡ് സീസർ സാലഡ് ആൻഡ് എന്ത് ഡ്രിങ്കാ, ഒരു ഫസ്റ്റ് കിസ് എന്ന് പറയുന്ന ഒരു കോക്ടെയിൽ, മോക്ടെയിൽ. സംഭവം ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഒക്കെ തന്നെ ആണെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും എങ്ങനെയാണ് ഒരു വർഷം പോയെന്നും അറിയില്ല, കല്യാണം കഴിച്ചതായിട്ടൊന്നും തോന്നുന്നില്ല. ഏതായാലും ഒരു ഡേറ്റ് ഉണ്ട് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, അത് തന്നെ വലിയ കാര്യം. സോ ഹിയർ വി കം ടു ദി എൻഡ് ഓഫ് ദിസ് വ്ളോഗ്, our first wedding anniversary. To many more years of fun, frolic, love and laughter. Bye-bye.